നമസ്കാരമുണ്ട്, ഗുഡ് മോർണിംഗ് കേട്ടാ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് ഇവിടെ സുഖം തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൂബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്, കൂബ. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് കൂബ. അപ്പോൾ ആ കൂബയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. 1 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത് നെറ്റിൽ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടുന്ന് ഇൻ്റർനാഷണൽ ബസ് ടെർമിനലിലേക്ക് പോകും. അവിടുന്ന് ബസ് പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നും നോക്കണ്ട, എല്ലാവരും നമ്മളൊപ്പം കൂടുക. കൂബ നല്ലൊരു വില്ലേജ്, അടിപൊളി നേച്ചർ വൈസ് അടിപൊളി സംഭവമാണ്. അപ്പോൾ അവിടെ പോകാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം. വരിക 6 മിനിറ്റാണ് കാണിക്കുന്നത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ ബസ് ടെർമിനൽ. അപ്പോൾ അതിൽ പോയാലാണ് നമുക്ക് ബസ് കിട്ടുള്ളൂ കൂബ. അപ്പോൾ ഈ കൂബ എന്നാണ് പറയുക, QUBA. ഈ കൂബ ഒരു വില്ലേജാണ്. അത് ഒരു 47,000 ആൾക്കാരാണ് 2023 സർവേ പ്രകാരം ആ വില്ലേജിലുള്ളൂ. ഇത് ഷദാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ്, അതായത് നമ്മുടെ അവിടെ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ അതിന് അടുത്തായിട്ടുള്ള ഒരു വില്ലേജാണ് കൂബ. നമ്മുടെ ബസ് 8:20 പോവുള്ളൂ, അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി കൂബയിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടാക്സി കിട്ടുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ബസ് സ്റ്റേഷനിൽ തന്നെ ഒരാൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ആൾ. പിന്നെ ഇവിടുന്ന് 4:50 ലാസ്റ്റ് ബസ് ബാക്കൂലിക്കുള്ളത്. അപ്പോൾ ബസ് ആൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആളിപ്പോൾ ചായയൊക്കെ മേടിച്ച് തരുന്നുണ്ട്. യുവർ നെയിം? നമുക്ക് എവിടെ പോയാലും ഫ്രണ്ട്സുകൾ കിട്ടും. അപ്പൊ കേട്ടോ. ബാക്കിലൊരു അടിപൊളി എന്ന് പറയാം, ചെറിയൊരു കാട് പോലെ സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി വൈബാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലം. പോണ വഴിയിൽ കിട്ടിയ സംഭവം കേട്ടോ. ഇതിങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോട്ടലിലൊക്കെ കൊണ്ടുവരാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കഴിച്ചു നോക്കി നോക്കാം. ഇത് അത്യാവശ്യം പുളിയുണ്ട്, ഒരു മധുരമുണ്ട്. ഇത് പഴുത്തത് കുറച്ച് ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. അയാൾ ഉണ്ടാ ആൾ കഴിക്കാൻ കാണിക്കണേ. ഫുള്ള് അതുപോലെ ഉണ്ടായി ചിക്കൻ. ഒരു സാധനം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വാൾനട്ടാണ്. ദിസ് വൺ വാൾനട്ട്. വാൾനട്ടാണിത്. വാൾനട്ട് ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ച് തിന്നാൻ പറ്റും. ഇഷ്ടപ്രകാരം ഉണ്ടായിട്ട് ഇത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മരം ഇഷ്ടപ്രകാരം ഉണ്ട് ഇവിടെ. ഇതിവിടെ എല്ലാ റോഡ് വക്കിലും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വാൾനട്ടിൻ്റെ മരങ്ങളാണ്. തോട്ടം ഉണ്ടെന്ന് തോന്നുന്നു, ഇതിൻ്റെ ഉള്ളിൽ തോട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഒരു മുന്തിരിത്തോട്ടം കണ്ട്, മുന്തിരിത്തോട്ടമല്ല മുന്തിരിച്ചെടി. മുന്തിരി ഉണ്ടായി വരണുള്ളൂ, പച്ചയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ സെറ്റാവും. ഓണ വഴിക്ക് ഒരു സബർ ജില്ലയുടെ ഒരു മരം കണ്ടു, അതിൻ്റെ മുളക് ഇഷ്ടപ്രകാരം ഉണ്ടായിട്ടുണ്ട്. രണ്ടെണ്ണം പൊട്ടിച്ചു. നമ്മൾ സ്ഥിതിയാമത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്, ചുറ്റിലും മെഡോസാണ്, അടിപൊളി വൈബാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളുണ്ട്, പിന്നെ ഒരു കുതിര സവാരി ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കി നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്.
ഓക്കെ. കുതിരയുടെ മുകളിൽ കയറാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുതിരയുടെ മുകളിൽ കയറണം എന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് ആദ്യം പണി തന്നത് 20 മന്നാത്തെന്ന്. അപ്പം നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് വെറും 3 മന്നാത്തൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാനത് ഉപേക്ഷിച്ച് മെല്ലെ നടക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പ്രകൃതി ഭംഗി കാണാം എന്ന് വിചാരിച്ചു. സംഭവം കാണാൻ നല്ല ഭംഗിയുള്ള രസമുള്ള സ്ഥലമാണ്. ചുറ്റിലും ഫോറസ്റ്റാണ്. പിന്നെ മെഡോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തല്ല, നാച്ചുറലായിട്ടുള്ള കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടില്ലെന്നായിരിക്കും. നോക്കി നോക്കാം. ഇങ്ങായിട്ട് കുറേ ചെറിയ ചെറിയ റിസോർട്ടുകൾ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്, കാണേണ്ട സ്ഥലമാണ്. അടുത്ത കാഴ്ചകളൊക്കെ കണ്ടു. സോ നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിഡിലൻ വ്യൂ ആണ്. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി വന്നാലും നമുക്കിവിടെ എൻ്റർടൈൻ ചെയ്യാൻ അടിപൊളിയാണ്. അത്യാവശ്യം തണുപ്പുണ്ട്, ചൂടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇയാൾ വരും കേട്ടോ. ഇതാ നമ്മുടെ ആള് പൊട്ടിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടിച്ച് ആപ്പിൾ എറിഞ്ഞിട്ട് നോക്കിയാൽ ഇവിടെ ടേസ്റ്റ് ഉണ്ടാവണ്ട. അവിടെ മധുരമായി പറഞ്ഞ ഓർമ്മലും ടേസ്റ്റ് ഉണ്ട്. പച്ചാപ്പിള രണ്ട് പൊതളം വേണ്ടിട്ടുണ്ട്. ഓ ആണ്ടാ കുറേ ആപ്പിൾ കിട്ടി തിന്നുകൊണ്ടിരിക്കുക. ആപ്പിൾ ഞാൻ ബാഗിലേക്ക് ആക്കി. അപ്പോൾ ആള് ഫിഗ് തരുന്നുണ്ട്, ഫിഗ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കിയോളൂ. ഒരു രക്ഷ കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. എന്താ ഇവിടെ ഏറ്റവും കൂടുതൽ അസർബൈജാനിലെ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന സ്ഥലമാണ് കൂബ. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ. ആപ്പിള്, പീച്ച്, ചെറി, ഫിഗ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എവിടേക്കാണ് പോകണമെന്ന് നോക്കി നോക്കാം. നല്ലൊരു ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അറിയില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. സിൻലെക് എന്നൊക്കെയാണ് ഇതിലേക്ക് സ്ഥലത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ഇതൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഒരു മലയുടെ അടിയിലാണ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അണ്ട വെള്ളം അടിപൊളി പോകണു. ഇവിടെ അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന പറയുന്നുണ്ട്. നോക്കി നോക്കാം.
ഇതൊരു ഗുഹയുടെ ഉള്ളിൽ നിന്നാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. കിടു വൈബാണ് കേട്ടോ. ഓഫ് വയ്യാണ്ടായി, ഒരു രക്ഷയില്ല. പൊളി സംഭവം. പൊളി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ രസം, നല്ല കിടിലം വൈബ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് നമ്മളായിരുന്നിട്ട് ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. വണ്ടി ചൂടായി. അപ്പോൾ ആൾ റേഡിയേറ്ററിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മമ്മ അവിടെ അതിന് മുകളിലേക്ക് ഇടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. ഇത് അസർബൈജാനി ചായ ഉണ്ടാക്കണ നമ്മുടെ ഇതാണ് സമോവർ. ഇപ്പോഴും ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസർബൈജാൻ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ ശരിക്കും ഇറങ്ങി തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്. ഓഫ് വണ്ടിക്കാരനോട് മെല്ലെ വണ്ടി വിട്ടോളം പറഞ്ഞു. ഞാനിങ്ങനെ നടന്ന് ആസ്വദിച്ച് കണ്ടുകൊണ്ട് പോകാറുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ മലയിടുക്കുകളാണ്. ആ മലയിടുക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതി അതിൻ്റെ എന്താ പറയുക, ആ ഒരു പറയാൻ വാക്കുകളില്ല, എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും രസമായിട്ടാണ് ഈ മലയിടുക്കുകളൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചോല പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുള്ള സ്ഥലം. ഓ ആളുകൂടെ ഇട്ടിട്ടുണ്ട് വണ്ടി, കുറച്ച് അകലെ കൊണ്ടിട്ടിരിക്കുക. ഒരു ഗുഹ പോലെ നിൽക്കണ എപ്പോൾ വിഴുങ്ങി വെച്ചാൽ മതി. റോഡടിയിലും അടിപൊളി. നമ്മളൊരു റിസോർട്ടാണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം. ഇവിടുന്ന് നല്ല വ്യൂസ് കിട്ടും. അപ്പം ഒന്ന് നോക്കി നോക്കാം എന്തായാലും. എത്ര മനോഹരമായ സ്ഥലമാണ് നോക്കി. സ്ഥലം എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാട്ടോ നോക്കിയേ. കിട്ടു വൈബ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓ എൻ്റെ പൊന്നു. ഹിന്ദുസ്ഥാൻ മച്ചിക്കതാരാ രാജ് കപൂർ. രാജ് കപൂറിനെ അറിയാത്തവരാരുമില്ല ഇവിടെ.
നമ്മളൊരു 30 മന്നത്തിന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഒരു ഇതുപോലെ തന്നെ നമ്മുടെ നദിയുടെ ബാക്ക് സൈഡിൽ, നദി എന്ന് പറയാൻ പറ്റില്ല, ചോല പുഴ, അതിൻ്റെ അടുത്ത് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ സാധനം വന്നിട്ടാ, ഇതാ വന്നു കണ്ടാ, ഇതാണ് സലാഡ്. Neden? Yo, bir çay içip çıkıyorum. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ 30 മന്നാത്ത് നിന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് 2 കുക്കുംബർ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചായയും കുടിച്ചു. അതിനൊരു 15 മന്നാത്ത് മേടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. നമ്മൾ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ബ്രെഡിന് വേറെ പൈസ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. 30 മന്നത്ത് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ബ്രെഡിന് വേറെ പൈസ, ടൊമാറ്റോയ്ക്ക് വേറെ പൈസ, പിന്നെ കുക്കുംബറിന് വേറെ പൈസ. അപ്പോൾ അത് ചെറിയൊരു പണി പാളിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ മെല്ലെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് കൂബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മുടെ ഡ്രൈവറും ആള് ചങ്കായിരുന്നു. അപ്പോൾ സംഭവം പൊളിച്ചു. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ഷെയർ അതൊക്കെ ഒന്ന് ചെയ്തോ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരും. ഇനി നമ്മുടെ കുക്കിംഗ് വിത്ത് ജോയിൻ്റെ ചാനലിലും നല്ല കുക്കിംഗ് വീഡിയോസ് അസർബൈജാനിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.